ടി.ജി. മോഹൻദാസിൻ്റെ ഭാവനാപൂർവമായിട്ടുള്ള ഒരു അഭിപ്രായം, അതിൽ വലിയ വിവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ രംഗത്ത് വന്നു പ്രതികരണമായിട്ട്. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വിയോജിപ്പുകളെ ഉന്മൂലനം ചെയ്യുക എന്ന സംഘപരിവാറിൻ്റെ ഉള്ളിരിപ്പാണ് ഇത്തരം ക്രൂരമായ പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത് എന്നാണ് പറയുന്നത്. ശരിക്കും തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറയുന്നത് പിണറായി വിജയനാണ് കേട്ടോ. അദ്ദേഹം പറഞ്ഞത് എന്താ? വിയോജിപ്പുകളെ ഉന്മൂലനം ചെയ്യുക. അല്ല, അത് പറയാനുള്ള അധികാരം പുള്ളിക്കുള്ളേ. അല്ല, അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് പറയാനുള്ള അധികാരം എങ്ങനെയാണ്? അല്ല, അത് പുള്ളിക്ക് മാത്രമേ ഉള്ളൂ. ഞാനത് പറയുന്നത് പലപ്പോഴും ഇതൊക്കെ പറയാനായിട്ട് ഉന്മൂലന സിദ്ധാന്തത്തെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മളോട് അവതരിപ്പിക്കാൻ സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ EMS തുടങ്ങിയിട്ട് കാർൽ മാർക്സ് തുടങ്ങിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലെനിനും സ്റ്റാലിനും മാവോ സേത്തുങ്ങും എല്ലാവരും ഉന്മൂലന സിദ്ധാന്തത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ ആ പറയുന്ന ഉന്മൂലന സിദ്ധാന്തത്തിൻ്റെ വക്താക്കളായിരിക്കുന്ന അതിൻ്റെ പ്രയോക്താക്കളിൽ നിന്ന് ഇതിൽ ഒരു വാക്ക് വരാനില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ടി.ജി. മോഹൻദാസിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് വരുന്നത് അതൊരു ഹൈപ്പോത്തിക്കൽ പൊസിഷനിലാണത്. ഹൈപ്പോത്തിക്കലാണത്. ഞാൻ പ്രധാനമന്ത്രിയായിരുന്നു, ഇവിടെ ആർക്കുവേണമെങ്കിലും പറയാമല്ലോ. നേരെ മറിച്ച് അദ്ദേഹം ഞാൻ വെടിവെച്ചു കൊല്ലുന്നല്ല പറയുന്നത്. ഈ തരത്തിൽപ്പെട്ട ആളുകൾ നടപടിയെടുക്കുന്നത്. കാരണം ഇങ്ങനെ പിണറായി വിജയൻ്റെ പാർട്ടിയുടെ കാര്യം തന്നെ നല്ല എക്സാമ്പിൾ എടുത്ത് നോക്ക്. പിണറായി 1989 മറ്റാണ് ഇവിടെ TMN സ്ക്വയറിലെ സംഭവം നടക്കുന്നത്. വിദ്യാർത്ഥികൾ 25,000 പേരാണ് അടിച്ചുകൂടിയത്. അവിടെയാണ് മാവോ സേത്തുങ്ങിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചതിനുള്ള പേരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഇവരെ വെടിവെച്ച് കൊല്ലുന്നിട്ട് മരിക്കുന്നത് 10,000 പേരാണ്. 10,000 പേരെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുങ്ങിയ സമയം കൊണ്ട് വെടിവെച്ച് കൊല്ലുന്നത്. അത് അവിടുത്തെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച മറ്റൊരു സ്ഥലമാണ് ഇത് റഷ്യയിലെ സ്റ്റാലിൻ്റെ ഭരണം. ആ സ്റ്റാലിൻ 1936 തുടങ്ങിയിട്ട് 1939 വരെയുള്ള 3 വർഷക്കാലം കൊണ്ട് അവിടെ കൊലപ്പെടുത്തി 2 കോടി ജനങ്ങളെയാണ്. 2 കോടി ജനങ്ങളെയാണ്. പക്ഷെ മറിച്ച് കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ എന്ത് പറയും? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നാര് അത് ഹിറ്റ്ലറാന്ന് പറയും. എത്ര പേരെ കൊന്ന്? 86 ലക്ഷം പേര്. സ്റ്റാലിൻ എത്ര പേരെ കൊന്ന്? 2 കോടി ആളുകൾ. മാവോ സേത്തുങ് എത്ര ആളുകളെ കൊന്നു? 5.5 കോടി ആളുകൾ പ്ലസ് 1 കോടി അടക്കം മൊത്തം 6.5 കോടി ജനങ്ങൾ. ഈ 6.5 കോടി ജനങ്ങളെ കൊല്ലുന്നതിനേക്കാൾ വളരെ വലുതാണ് 86 ലക്ഷം എന്ന് ധരിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം തന്നെ പിണറായി വിജയൻ്റെ കേസ് പറഞ്ഞു. പിണറായി വിജയൻ ഇങ്ങനെ ഉന്മൂലന സിദ്ധാന്തത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഒരു ജനകീയ യാത്രയൊക്കെ പുള്ളിയായിട്ട് ആ സമയത്ത് സംഘടിപ്പിച്ച സമയത്ത് കോൺഗ്രസ്സുകാരൻ ചില പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾ മുഴുവൻ ചെടിച്ചട്ടിക്ക് തലതെല്ലി പൊളിച്ചു അവരുടെയൊക്കെ രക്ഷാപ്രവർത്തനം. അതിന് പുള്ളി ഉപയോഗിച്ച വാക്ക് രക്ഷാപ്രവർത്തനം എന്നാണ്. ഞാൻ രക്ഷാപ്രവർത്തനം എന്ന് പുള്ളിക്ക് ഉപയോഗിക്കാനുള്ള അർഹതയുണ്ട്. എനിക്കത് ശരിക്കും ഞെട്ടിപ്പോയി. പിണറായി വിജയൻ ഇത് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഇത് വന്നിട്ട് പറയുന്നത് എന്നുള്ളത്. കുലംകുത്തിയാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. അല്ല, ഇതൊക്കെ പിണറായി വിജയന് പറയാം. പിണറായി വിജയന് കുലംകുത്തി എന്ന് തന്നെ വിളിക്കാം. രക്ഷാപ്രവർത്തനം, ആളെ കൊല്ലുന്ന രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കാം. അതിന് സ്റ്റാലിൻ എന്താ ഉപയോഗിച്ച വാക്കെന്താണെന്ന് അറിയാമോ? സ്റ്റാലിൻ ആ സമയത്ത് ട്രാട്സ്കിയെ കൊലപ്പെടുന്നത് 1937 ട്രാട്സ്കിയെ തല അടിച്ചു പൊളിച്ചാണ് കൊല്ലുന്നത്. വിറകുമുട്ടിക്ക് അടിച്ചാണ് കൊല്ലുന്നത്. ആ കൊന്നതിന് ശേഷം അസംബ്ലിയിൽ അവിടുത്തെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹം ഹാംലെസ്സായി എന്നാണ് പറയുന്നത്. ഹാംലെസ് നിരുപദ്രവിയാക്കി എന്നാണ്. എന്നുവെച്ചാൽ അങ്ങനെ കൊണ്ട് യാതൊരു ഉപദ്രവം ഉണ്ടാവില്ല. അങ്ങനെ 2 കോടി ജനങ്ങളെ നിരുപദ്രവികളാക്കിയിട്ടുള്ള ആളാണ് സ്റ്റാലിൻ. ഈ സ്റ്റാലിൻ്റെ കേരള സ്റ്റാലിനാ ആര് പറയുന്നത്? പിണറായി വിജയൻ. പിണറായി വിജയനോടുള്ള സാധാരണ ചെറുപ്പക്കാർ പുള്ളി യാത്രയ്ക്ക് തടസ്സപ്പെടുത്താൻ വന്നിട്ട് പുള്ളി തലക്കിട്ടടിക്കും. വിയോജിപ്പുകളെ ഉന്മൂലനം ചെയ്യുന്ന TP ചന്ദ്രശേഖരൻ ഒരു വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരാളാണ്. എതിർ ശബ്ദമായിരുന്നു. ആ എതിർ ശബ്ദം ഇപ്പൊ എവിടെയാണ്? ആ എതിർ ശബ്ദം ഇല്ലാണ്ടായി. ആരല്ലാതാക്കിയത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്, പിണറായി വിജയനെ സംബന്ധിച്ച്, VS അച്യുതാനന്ദനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആരെങ്കിലുമൊക്കെ എതിർത്തിട്ടുണ്ടെങ്കിൽ ആ എതിർക്കുന്ന ശബ്ദം അവർ ഇല്ലായ്മ ചെയ്യും. അവർ കൊലപ്പെടുത്തും. അത് ഇതിൽ മാത്രമൊന്നും ആയിരുന്നില്ല. പുന്നപ്ര സമരത്തിന് നെടുനായകത്വം വഹിച്ചാരാ? ഏറ്റവും നെടുനായകത്വം വഹിച്ചത് നമ്മുടെ കുന്തക്കാരൻ പത്രോസാ. ആ പത്രോസിന് പിന്നത്തെ അവസ്ഥ എന്താണ്ടായത്? പത്രോസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് അദ്ദേഹം നടത്തിയിരുന്ന ഏറ്റവും ഒരു പനമ്പിന്റെ കച്ചവടം ഉണ്ടായിരുന്നു. അതിൽ എക്സിബിഷനിൽ പങ്കെടുത്തു. പുത്തരിക്കണ്ടം മൈതാനത്ത് 1957-58 സമയത്ത് ഉണ്ടായത്. 57 അവസാനം അത് ഉദ്ഘാടനം ചെയ്യ EMS ആണ്. EMS ആ സ്ഥലത്ത് എത്തിയതിനു ശേഷം കുന്തക്കാരൻ പത്രോസ് എന്ന് പറയുന്ന KV പത്രോസ്, അയാൾ തിരുവിതാംകൂർ പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ പത്രോസ് അവിടെ നിന്ന് പനമ്പ് വിറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ തിരിഞ്ഞു നോക്കാതെ കണ്ട് അയാളുടെ സ്റ്റാളിൽ മാത്രം കയറാതിരുന്നത് അത് സാക്ഷാൽ EM ചെങ്ങന്നൂരിപ്പാടാണ്. എന്നുവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ശത്രുവായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു എന്നിരിക്കട്ടെ, അത് TP ചന്ദ്രശേഖരൻ മാത്രമല്ല, ഏതാളെ ഇപ്പൊ അഴീക്കോടിന്റെ രാഘവന്റെ കേസിൽ എന്താ സംഭവം?
അഴീക്കോട് രാഘവൻ കൊന്ന കേസിൽ ആരൊക്കെയാ പ്രതികൾ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളല്ലേ. ഇപ്പൊ പാർട്ടി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളാരാ? അത് കർഷക സംഘത്തിന്റെ ആളുകളാണ്. ഈ കർഷക സംഘത്തിന്റെ ആളുകളെ പോലും ഇവർ അറസ്റ്റ് ചെയ്ത് പ്രതികളാക്കുന്ന യഥാർത്ഥമായിട്ടുള്ള പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വന്തം പ്രത്യയശാസ്ത്രത്തോട് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുകൾ ആരെങ്കിലും കാണിച്ചാൽ പിന്നെ അവന്റെ ഗതി അധോഗതിയാണ്. അവനെ കൊലപ്പെടുത്തുവര്. അങ്ങനെ കൊലപ്പെടുത്തിയതിന് നീണ്ട ചരിത്രമാണ് കേരളത്തിന്റെ ചരിത്രം, മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം അതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പറയാനുള്ള അധികാരം ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയന് മാത്രമേ ഉള്ളത്. അദ്ദേഹത്തിന് ശരിക്കും അറിയാമെന്നല്ലേ? അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ മുഴുവൻ അറിയാം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന അദ്ദേഹത്തിന് അറിയാം. പിന്നെ ഈ പ്രസ്ഥാനം തുടങ്ങിയത് എവിടെ? കാൺപൂരാ തുടങ്ങിയത് 1925 അല്ലേ? പിണറായി വിജയൻ പറയുമല്ലോ, ഈ പറയുന്ന 1925 ഈ പറയുന്ന സ്ഥലത്ത് പാർട്ടിക്ക് ഒരു വാർഡ് മെമ്പർ ഉണ്ടോ? അവിടുന്ന് ഒരു മുനിസിപ്പൽ കൗൺസിലർ ഉണ്ടോ? അവിടുന്ന് ഒരു MLA ഉണ്ടോ? അവിടുന്ന് ഒരു MP ഉണ്ടോ? എന്താ ഇല്ലാത്തതിന്റെ കാരണം എന്താ? കാരണം അവിടെയുള്ള സർവ്വസാധാരണക്കാരായിട്ടുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ ആ നാട്ടുകാർക്ക് കമ്മ്യൂണിസത്തിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് തിരിച്ചറിയാം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെട്ടുപോയി. അതിനെ സംഭവിച്ചത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ലോകത്തിൽ ആരെ വേണമെങ്കിലും കൊലപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു മടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അങ്ങനൊരു പുസ്തകം കൂടി ഇതിൽ എഴുതിയതാണല്ലോ. അതെ അതെ, ഇന്നുമുണ്ട് വധയന്ത്രം എന്നുള്ളത്. അതെ, വധയന്ത്രം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസമാണ്. ഇപ്പൊ നമുക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊലപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 10 കോടി ജനങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊന്നത്. ആ 10 കോടിയിൽ 9 കോടി 80 ലക്ഷം പേര് സ്വന്തം പാർട്ടിക്കാരാ, കമ്മ്യൂണിസ്റ്റുകാരാ, മാർക്സിസ്റ്റുകാരാ. അവരൊക്കെ ഹാംലെസ്സാ. അപ്പം പിണറായി വിജയനും അദ്ദേഹത്തെ പിന്താങ്ങുന്ന കുറേയധികം അനുഭാവികളും ആർക്കാണ് യഥാർത്ഥത്തിൽ ഉന്മൂലന സിദ്ധാന്തം ചേരുക? സംഘപരിവാറിനാണോ കമ്മ്യൂണിസ്റ്റുകാർക്കാണോ എന്ന് വിചിന്തനം ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ TG മോഹൻദാസിനെ അനുകൂലിച്ചുകൊണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാമചന്ദ്രൻ അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കാര്യം ഒന്ന് വായിക്കാം. അതിപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ഓർക്കുക ചന്ദനത്തൊപ്പ് മൂന്നാറും. ജന്തർ മന്ദറിലെ സമരത്തെ വെടിവെച്ച് തീർക്കുമായിരുന്നു എന്ന് TG മോഹൻദാസ് പറഞ്ഞെന്ന് കാട്ടി കമ്മ്യൂണിസ്റ്റുകൾ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നു. അവരോട് പറയാനുള്ളത് 1957 EMS ഭരണകൂടം ചന്ദനത്തോപ്പിലും മൂന്നാറിലും തൊഴിലാളികളെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്ന വസ്തുതയാണ്. അങ്ങനെ മോദി ചെയ്തിട്ടില്ല. അതിലാണ് കമ്മ്യൂണിസ്റ്റുകൾ കരിശം. 1958 ജൂലൈ 26 കൊല്ലനും ചന്ദനത്തോപ്പിൽ കശുവണ്ടി ഫാക്ടറി തൊഴിലാളികളായ രാമനെയും സുലൈമാനെയും പോലീസ് തീർത്തു. കുണ്ടറ കാഷ്യൂ വർക്കേഴ്സ് യൂണിയനിൽ പെട്ടവരായിരുന്നു ഇരുവരും. പാർട്ടി യോഗത്തിൽ ഇതിനെ വിമർശിച്ച K ദാമോദരനെ തന്നെ വെടിവയ്പിൽ ന്യായീകരിക്കാൻ പാർട്ടി അയച്ചു. അത് ചെയ്ത ശേഷം വീട്ടിലെത്തി ദാമോദരൻ ഛർദ്ദിച്ചു. മൂന്നാറിലെ ഗുഡ്ഗാരൽ തോട്ടത്തിലെ 1958 ഒക്ടോബർ 20 പാപ്പമാൾ, റാവൂത്തർ എന്നിവരെ പോലീസ് വെടിവെച്ചു കൊന്നു. ഇത്രയും ഫാസിസം. എന്നിട്ട് അവസാനം അദ്ദേഹം എഴുതുകയാണ്, ഇത്രയും ഫാഷിസം മോദി കാട്ടിയിട്ടില്ല. സോഷ്യൽ ഫാഷിസം ഭീകരമാണ്. ലെനിൻ്റെ റെഡ് ടെറർ, സ്റ്റാലിൻ്റെ ഉന്മൂലനങ്ങൾ എന്നിവയോട് മത്സരിക്കാൻ ഹിന്ദുത്വ അശക്തമാണ്. അതിലൊരു സംശയമില്ല. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. മറിച്ച് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഉന്മൂലന സിദ്ധാന്തത്തിന്റെ വക്താക്കളാണ്. എതിരാളികളെ നശിപ്പിക്കുന്ന പ്രസ്ഥാനമാണ്. അതിന്റെ വക്താവാണ്, കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന വക്താവാണ് പിണറായി വിജയൻ. ഇവിടെ പിണറായി വിജയനെ എതിർത്തു എന്നിരിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആർക്കാ നിലനിൽക്കാൻ സാധിക്കുക? ഒന്നുമില്ല, അയാൾ വണ്ടി കയറി കുന്നറയും. ഞാൻ അടുത്തിടയ്ക്ക് പറഞ്ഞല്ലോ, ഇവിടെ പയ്യന്നൂര് കുഞ്ഞികൃഷ്ണ പ്രശ്നം ഉണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണൻ ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ആ പുസ്തകം ഞാൻ വായിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണോ നല്ലത്. പറഞ്ഞു തരുന്നില്ല. 5-6 ദിവസം കഴിഞ്ഞില്ല, കുഞ്ഞികൃഷ്ണന്റെ ജ്യേഷ്ഠൻ അതിരാവിലെ പുറത്ത് നടക്കാൻ പോയിട്ടുള്ള ആളെ ഏതൊരു കാറ് വന്ന് ഇടിക്കുന്നു, ആൾ താഴെ വീഴുന്നു, മരിക്കുന്നു. ഇതാണ് കമ്മ്യൂണിസം. എതിരാളികളായിരിക്കുന്ന ആളുകളെ മുഴുവനും തനിങ്ങൾക്ക് എതിരാളികൾ നിർബന്ധമൊന്നുമില്ല കേട്ടോ, താല്പര്യമില്ലാത്ത ആളുകളെ പോലും കൊലയ്ക്ക് കൊടുക്കുന്ന പ്രസ്ഥാനം അത് മറ്റേ ചന്ദനത്തോപ്പിൽ മാത്രമൊന്നുമല്ല, കൂത്തുപറമ്പിൽ സംഭവിച്ചിരിക്കുന്നതാണ്. എതിർ ശബ്ദങ്ങളെ പൂച്ചെണ്ട് കൊടുത്തിട്ടൊന്നും സ്വീകരിക്കുന്ന സിദ്ധാന്തമല്ലെന്ന് അല്ല, എതിർ ശബ്ദങ്ങളെ ഉന്മൂലനം ചെയ്യുന്നു. അതാണ് ഇവർ ഉന്മൂലന സിദ്ധാന്തം. ഇവരതാണ് ആ പ്രസ്ഥാനത്തിന് ആളുകൾ ഇല്ലാണ്ടാക്കിക്കളയും, ജനങ്ങളെ മനുഷ്യങ്ങളെ ഇല്ലാണ്ടാക്കിക്കളയും. ഇപ്പൊ നമുക്കറിയാലോ, ഇവിടെ കൂത്തുപറമ്പിൽ സംഭവം എങ്ങനെയാ? 5 പേരാണ് കൊല ചെയ്യപ്പെട്ടത്. 6ാമത്തെ ആളാരെ പുഷ്പനാണ്. പുഷ്പൻ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പാട്ടൊക്കെ പാടി. ആരെ പുഷ്പൻ? ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറാ? പുഷ്പൻ അവിടെ കോയമ്പത്തൂരിലൊരു സ്വകാര്യ കമ്പനി ജീവനക്കാരനായിരുന്നു. അയാളുടെ അവധി ദിവസത്തിലാണ് അയാൾ വീട്ടിൽ വന്നതാണ്. ആ പാവത്തിന് മുൻനിർത്തിക്കൊണ്ടാണ് അവിടെ സമരം നടത്തിയത്. അയാൾ പുറകിലാണ് നിന്നത്. അയാൾക്കാണ് വെടികൊണ്ടത്. പിന്നെ അയാൾ വർഷങ്ങളോളം 2024 വരേക്കും അയാൾ കിടന്ന കിടപ്പാണ്. അയാളെ ആരെയും കാണിച്ചില്ല. ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയാളെ ആരെയും കാണിച്ചില്ല എന്ന് മാത്രമല്ല, ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ സന്ദർശകർ
വിശിഷ്ടാതിഥികൾ എത്തുന്ന സമയത്താണ് അവിടെയുള്ള പാവപ്പെട്ട കുട്ടികളെ കൊണ്ട് ഈ പാട്ട് പഠിക്കും. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നോ എന്ന് പറയുന്ന മനുഷ്യദ്രോഹപരമായിരിക്കുന്ന കാര്യങ്ങളല്ലാതെ കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സാധനം ഇവിടെ ചെയ്തിട്ടില്ല. ഇവിടെ ചെയ്തിരിക്കുന്ന മുന്നേ മനുഷ്യദ്രോഹപരമായിരിക്കുന്ന പ്രവർത്തനമാണ്. അതിനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ ചന്ദ്രത്തോപ്പും മൂന്നാറിലേക്ക് വെടിവെപ്പ് അതിന്റെ ഭാഗമാണ്. ഈ പറയുന്ന വെടിവെപ്പിലൊക്കെ നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടത് വളരെ സർവ്വസാധാരണക്കാർക്കാണ്. അതിനകത്ത് ഹിന്ദു എന്നും മുസ്ലിം എന്നുള്ള പ്രത്യേകത ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരുപോലെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ RSSന്റെ ദക്ഷിണ കേരളം ഭ്രാന്ത സഹകാര്യവാഹകമായിട്ടുള്ള KB ശ്രീകുമാർ ഇപ്പോൾ TG മോഹൻദാസിന്റെ അഭിപ്രായത്തെ തള്ളിയിരിക്കുകയാണ്. അപലപനീയമാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്ന പല ആളുകൾക്കും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ കാര്യം പല രീതിയിലുള്ള വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇത്രയും ക്രൂരമായിട്ട് ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്രൂരത എന്ന് പറയുന്നത് സ്റ്റാലിനൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ളൊരു ക്രൂരതയായിപ്പോയി. അതുകൊണ്ട് ഇത് TG ഒഴിവാക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം പറയുന്നവരുണ്ട്. അല്ല, TG അഭിപ്രായം ഒഴിവാക്കണം എന്നുള്ള KB ശ്രീകുമാറിന്റെ പ്രസ്താവന ഞാനും വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം പറയുന്ന RSSന്റെ വക്താവല്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ശരിയാണതിന്. RSSന്റെ സൈദ്ധാന്തികനെന്ന് TG മോഹൻദാസ് പറഞ്ഞിട്ടില്ല. ചില മാധ്യമങ്ങൾ ഊതിപ്പിരിപ്പിച്ച വാർത്തയാണത്. ഒരു സൈദ്ധാന്തികനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. മറിച്ച് TG മോഹൻദാസ് ഉന്നയിക്കുന്ന വിഷയം ഒരു ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു. അങ്ങനെ അല്ലല്ലോ, അങ്ങനെ ആകാനും സാധ്യതയില്ലല്ലോ. അപ്പൊ അങ്ങനെ ആകാൻ സാധ്യതയില്ലാത്തൊരു കാര്യങ്ങൾ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളും അത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. മറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ രമേശ് ചെന്നിത്തല 1985 NSUവിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് റെഡ് സ്ട്രീറ്റ് 2 ദിവസം മുടക്കം കൊടുത്തതെന്നാണെന്നറിയാമോ? ചെന്നിത്തല എന്ന് പറയട്ടെ, അല്ലെങ്കിൽ അല്ല എന്നുള്ളവരും ചെന്നിത്തലയുടെ പടം വെച്ചിട്ട് ഇന്ത്യ ടുഡേ പബ്ലിഷ് ചെയ്തല്ലോ. അല്ലെങ്കിൽ അദ്ദേഹം നല്ലാന്ന് പറയട്ടെ, ഇത് നാഗ്പൂരിൽ നിന്ന് ഇറങ്ങുന്ന ഇന്ത്യ ടുഡേ ആണ്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന വസ്തുതകൾ, ഇല്ലാത്ത വസ്തുതകൾ പെരുപ്പിച്ച് പറയുകയല്ല വേണ്ടത്. നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അനിവാര്യം. ഈ നാട്ടിൽ സ്വസ്ഥമായിട്ട് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവണം. ഇപ്പോൾ RSSനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന KB ശ്രീകുമാറിന്റെ പ്രസ്താവന അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സംഘർഷ അന്തരീക്ഷം ഉണ്ടാക്കരുത്, ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാവണം. TG മോഹൻദാസിന്റെ പ്രസ്താവനകളെ തള്ളിപ്പറയല്ല ചെയ്തിരിക്കുന്നത്, മറിച്ച് TG മോഹൻദാസ് പറഞ്ഞിരിക്കുന്ന ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന് അതർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വലിയ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ കൂടി ഞാൻ വായിച്ചെടുക്കുന്നത്.